3 കാരണം കൊണ്ടല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ചോര ചിന്താൻ ഒരു കോടതിക്കും അവകാശമില്ല. സിവിലിയൻസിന്, സാധാരണക്കാർക്ക് ഒട്ടും അവകാശമില്ല. ഒരു ഹക്കാൽ പ്രായശ്ചിത്തമായിട്ട്, ഖിസാസായിട്ട്, പ്രതികാരവധമായിട്ട് കൊല്ലപ്പെടുമെന്ന് പറഞ്ഞാൽ തന്നെയും ജനങ്ങളല്ല കൊല്ലേണ്ടത്, കോടതിയാണത് ചെയ്യേണ്ടത്, ഖാദിയാണത് ചെയ്യേണ്ടത്, ഇസ്ലാമിക ജഡ്ജാണ് ചെയ്യേണ്ടത്. 3 കാരണങ്ങൾ കൊണ്ടല്ലാതെ അബ്ദുല്ലാഹ് ഇബ്നു അലി ഒരു മുസ്ലിമായ മനുഷ്യന്റെ ചോര ഹലാലല്ല എന്ന് എന്റെയും ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. അസ്സയ്യിബു സ്സാനി, കല്യാണം കഴിച്ചതിന്റെ ശേഷം വ്യഭിചരിച്ച മനുഷ്യൻ, വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം, വിവാഹിതനായതിന്റെ ശേഷം, നിക്കാഹ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തതിന്റെ ശേഷം വ്യഭിചാരം ചെയ്ത ആണോ പെണ്ണോ ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിലെത്തിയാൽ അവരെറിഞ്ഞു കൊല്ലപ്പെടും. ആ ചോര ചിന്തൽ ഇസ്ലാം അനുവദിച്ചു. വന്നഫ്സു ബിന്നഫ്സി, ഒരു നഫ്സിനെ, ഒരു ശരീരം അന്യായമായി കൊല ചെയ്യപ്പെട്ടാൽ ഘാതകനെ തിരിച്ചു കൊല്ലും. മൂന്നാമത്തേത് വത്താരിഖു ലിദീനി വൽ മുഫാരിഖു ലിൽ ജമാഅ, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോവുകയും മുസ്ലിമീങ്ങളുടെ മറുപക്ഷത്തേക്ക് ചേരുകയും ചെയ്ത മുർത്തദ്ദിന്റെ രക്തം ചിന്തുകയല്ലാതെ, ഈ 3 വിഷയത്തിലല്ലാതെ ഒരാളെ കൊല്ലാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇതാണ് മറുപടി. അയാൾക്കങ്ങ് ദേഷ്യം വന്നു, മുഖമങ്ങ് ചെമന്നു, ജനങ്ങൾ തല താഴ്ത്തിന. ഔസാഇ പറയാണ്, എന്റെ ചോര അവരുടെ തലയിലേക്ക് തെറിക്കുമോ എന്ന് പേടിച്ചവരൊക്കെ തല താഴ്ത്തി. കാരണം രാജാവ് ഇഷ്ടപ്പെട്ട മറുപടിയല്ല ഞാൻ കൊടുത്തത്. ഞാൻ എന്റെ തലപ്പാവൊന്ന് പൊക്കിക്കൊടുത്തു. എന്റെ കഴുത്തിലേക്ക് അയാൾ കഠാര വെച്ചോട്ടെ, വാള് വെച്ചോട്ടെ എന്ന് കാണിച്ചു കൊടുത്ത് ഞാൻ എന്റെ തലപ്പാവൊന്ന് പൊക്കിക്കൊടുത്തു. അയാളൊന്നും ചെയ്തില്ല എന്നോട്. മുഖം വീർപ്പിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു, എത്രയോ ആളുകളുടെ പൈസയും പണവും സ്വർണവും വെള്ളിയും ഞാൻ അപഹരിച്ചിട്ടുണ്ട്. വമാ തറാ ഫീ ഹാദിഹി ദൂറില്ലതി യഗ്തസബ്ന വൽ അംവാലില്ലതി അഖദ്ന, ഞാൻ എടുത്ത പിടിച്ചുപറിച്ച സമ്പത്ത്, ഞാൻ കൈയടക്കി വെച്ച വീടുകൾ, ഇതിനെപ്പറ്റി എന്തു പറയുന്നു? എന്താ അഭിപ്രായം? ഇമാമുന ഔസാഇ തങ്ങളുടെ മറുപടി ഹദീസിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. ഇമാമുന ഔസാഇ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അലി, ഒരു മനുഷ്യന്റെ സ്വത്ത് അന്യായമായി നീ പിടിച്ചുപറ്റിയിട്ടുണ്ടെങ്കിൽ കേട്ടോളൂ, സൗഫ യുജരിദുകല്ലാഹു ഉരിയാനൻ കമാ ഖലഖക, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വസ്ത്രം പോലും ഇല്ലാതെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നീ വരും. ചെറുതും വലുതുമായ വിഷയങ്ങളിൽ അല്ലാഹു നിന്നെ ചോദ്യം ചെയ്യും. ഹലാലിനെ സംബന്ധിച്ച് ദീർഘമായ വിചാരണ അല്ലാഹു ചെയ്യും. ഹറാമിനെ സംബന്ധിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. അത് നിനക്ക് സങ്കടത്തിന് കാരണമാകും. ഹലാല് തന്നെ ഹിസാബും ഹറാമ് സങ്കടത്തിനും കാരണമാകുമെന്ന് മഹാനായ ഇമാമുന ഔസാഇ റളിയല്ലാഹു അൻഹു. സമ്പത്തിനെ പറ്റിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകം ചിന്തിക്കുക. ഹലാല് എത്ര തന്നെ ഉണ്ടായാലും അതിനെപ്പറ്റി അല്ലാഹുവിനോട് വിചാരണ പറയേണ്ടതുണ്ട്. ഉണ്ടാക്കുന്ന സമ്പത്ത് ഹറാമ് കൂടെയാണെങ്കിലോ ഹസ്റത്തുൻ, അത് സങ്കടത്തിന് കാരണമാകും. അങ്ങ് പറഞ്ഞപ്പോ ഈ മനുഷ്യന്റെ മുഖം ഒന്നുകൂടെ ദേഷ്യം കൊണ്ട് തൊടുത്തു. ആളുകളൊക്കെ വിചാരിച്ചു തല പോയി എന്ന്. ഇമാമുന ഔസാഇ പറയാ, ഞാൻ എന്റെ തലപ്പാവൊന്ന് പൊക്കിക്കൊടുത്തു, എന്റെ തല ശരിക്കൊന്ന് കണ്ടോട്ടെ, എന്റെ കഴുത്തിൽ വാള് വെക്കാൻ ഞാൻ അങ്ങ് നിന്നുകൊടുത്തു. ആളുകളൊക്കെ വിചാരിച്ചു എന്നെ കൊലപ്പെടുത്തിയെന്ന്. എന്നെ ഒന്നും ചെയ്തില്ല. എന്നോട് പറഞ്ഞു ഉഖ്റുജ്, പൊയ്ക്കോ ഇവിടെ നിന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമാ സാദനി റബ്ബി ഇല്ലാ ഇസ്സാ, എനിക്ക് അഭിമാനമല്ലാതെ മറ്റൊന്നും അല്ലാഹു വർദ്ധിപ്പിച്ചില്ല. അഭിമാനമാണ് വർദ്ധിപ്പിച്ചത്. എനിക്ക് അല്ലാഹു തആല അഭിമാനം തന്നു, അപമാനമല്ല. സത്യം തുറന്നു പറഞ്ഞപ്പോ മൻ ഹഫിളല്ലാഹ ഹഫിളഹുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകളെ അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുക്കും. അവർക്ക് എന്തിനാ പേടിക്കേണ്ടത്? അവർക്ക് കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളെ പേടിക്കേണ്ടതില്ല, സിഹ്റുകാരന്റെ മാരണം പേടിക്കേണ്ടതില്ല, അവർക്ക് അക്രമികളുടെ അക്രമം പേടിക്കേണ്ടതില്ല. അല്ലാഹു ഖൈറുൻ ഹാഫിളാ, ഏറ്റവും വലിയ സംരക്ഷണം അല്ലാഹു നൽകും. എന്തേ വേണ്ടത്? ഇഹ്ഫളില്ലാഹ
യഹ്ഫദക യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ. നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എന്ത് പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു പരിഹാരം തരും. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നിന്നെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഈമാനും യഖീനും ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയതിന്റെ ശേഷം അബ്ദുല്ലാഹ് ഇബ്നു അലി എന്ന ഭരണാധികാരി ബഹുമാനപ്പെട്ടവരുടെ ഖബർ കാണുമ്പോ ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്റെ അരികത്തുകൂടെ നടന്നു പോകുമ്പോ പറയുമായിരുന്നു, മാ കുൻതു അഖാഫു അഹദൻ അലാ വജ്ഹിൽ അർളി കഖൗഫി മിൻ ഹാദൽ മദ്ഫൂൻ. ഈ കിടക്കുന്ന മനുഷ്യനെ പേടിച്ച പോലെ ലോകത്തൊരു മഖ്ലൂക്കിനെയും ഞാൻ പേടിക്കുമായിരുന്നില്ല. ബഹുമാനപ്പെട്ടവരെ കാണുമ്പോൾ റഅയ്തുൽ അസദ ബാരിസ, ഒരു സിംഹം എന്റെ മുഖത്തേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നുവെന്ന് ഇമാം ഔസാഇയുടെ ഖബറിലേക്ക് നോക്കി ഈ ക്രൂരനായ ഭരണാധികാരി പറയുമായിരുന്നു. എവിടുന്ന് അല്ലാഹു ഇത് കൊടുത്തത്? എവിടുന്ന് കൊടുത്തു ഇത്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരെ എല്ലാവരും ഭയപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കാറുണ്ട്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹു തആല ആ തരത്തിലുള്ള ഒരു ഈമാനും ഒരു ഉണർവും നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിലേക്ക് കൊണ്ടു നടക്കേണ്ട ചില ശാരോപദേശങ്ങൾ, ചില ക്യാപ്സ്യൂളുകളായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോരോ പോയിന്റുകൾ മാത്രമായിട്ട് അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൻ ഹഫിളല്ലാഹ് ഹഫിളഹുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. നമുക്ക് സംരക്ഷണമാണ് ആവശ്യം. അതിനാണ് ആളുകൾ ഇൻഷൂർ ചെയ്യുന്നത്. ഇൻഷൂർ എന്നത് ഒരു തരം അഷ്യൂറൻസ് ആണ്. മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യാൻ പാടില്ലാത്തതാണത് ഇൻഷുറൻസ്. ആലിമീങ്ങൾ, പ്രഗത്ഭരായ തഖ്വയുള്ള എല്ലാ ആലിമീങ്ങളും അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അടച്ചത് തിരിച്ചെടുത്തോളൂ, അതിൻ്റെ ഏറെ കിട്ടുന്ന ഓരോ ഫിൽസും പലിശയുടേതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ ഇൻഷൂർ, നമ്മൾ അള്ളാഹുവിൽ അഷ്യൂർ ചെയ്യാൻ, റബ്ബേ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. എന്തുകൊണ്ട്? ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ ഇന്ന് വിളിച്ച് വളരെ വിഷമത്തോടുകൂടെ ദുബൈയിൽ നിന്ന് വിളിച്ചു ഈ പരിപാടിക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പെട്ടുപോയി, ഒരു തെറ്റ് ചെയ്തു പോയി ഉസ്താദേ, എന്ത് ചെയ്യണം, വളരെ വിഷമത്തിലാണ്, എനിക്ക് എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ചെറുപ്പക്കാരൻ പറഞ്ഞ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യയോട് വഞ്ചന ചെയ്യുന്ന പോലെ ആവില്ലേ, അത്രയും ഏതോ ഗുരുതരമായൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞു. കൂട്ടുകാരുടെ കൂടെ പെട്ടുപോയി എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു പോയി, ഇനി എന്താ ചെയ്യേണ്ടത്? അല്ലാഹു നമുക്ക് ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്ത് മാപ്പ് തരട്ടെ. അല്ലാഹു ഗഫൂറാണ്, റഹീമാൻ. അല്ലാഹുവിൻ്റെ അദാബിന്റെ എല്ലാ കാഠിന്യവും മനസ്സിലാക്കുന്നതോടുകൂടെ തന്നെ അല്ലാഹു തആല പുറത്തു തരുന്നവനുമാണ്. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വഴിതെറ്റി പോവാതെ, തിന്മകളിലേക്ക് പോവാതെ റഹ്മാനായ റബ്ബിന്റെ പരമമായ സംരക്ഷണം അല്ലാഹു നമുക്ക് ഈ ലോകത്തും നാളെ ഖബറിൽ അവന്റെ കരുണയുടെ നോട്ടവും നാളെ സിറാത്തിൽ അവന്റെ റഹ്മത്തിന്റെ കടാക്ഷവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തെറ്റുപറ്റിയവർക്കെല്ലാം, നമ്മളെല്ലാം കുല്ലുക്കും, നമ്മളെല്ലാവരും എന്ന വിധങ്ങൾ പറഞ്ഞ ഇല്ലാമൻ ഹദ, അല്ലാഹു തആല നൽകുന്ന ഹിദായത്തല്ലാതെ മറ്റാർക്കും ഇല്ല. നമ്മളൊക്കെ തെറ്റുകാരാണ്. അല്ലാഹു ഞങ്ങളെല്ലാവർക്കും ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബ്. ഇഹ്ഫദില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ, അല്ലാഹു തആല നമുക്ക് സംരക്ഷണം നൽകും. അസ്വദുൽ അനസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. യമനിൽ നുബുവത്ത് വാദവുമായി കടന്നു വന്ന അൽ അസ്വദുൽ അനസി, അദ്ദേഹം താൻ പ്രവാചകനാണെന്ന് വാദിച്ച ആളാണ്, പ്രവാചകത്വം വാദിച്ച ആളാണ് അൽ അസ്വദുൽ അനസി. യമൻകാരനാണ്, വലിയ അക്രമം ചെയ്ത ആളാണ്, ഒരുപാട് സ്വഹാബിമാരെ ചുട്ടുകൊന്ന ആളാണ്, ഒരുപാട് ആളുകളെ ക്രൂരമായി വധിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയ അദ്ദേഹം ചെയ്ത അപകടകരമായ ഏറ്റവും ഭീകരമായ ഒരു ശിക്ഷ അത് നൽകപ്പെട്ടത് പ്രഗത്ഭനായ പണ്ഡിതൻ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മഹുല്ലാഹ്. താബിഈങ്ങളിൽ പ്രഗത്ഭനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു.
ബഹുമാനപ്പെട്ടവരെ പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ അവര് പറഞ്ഞു പോയൊരു വാക്ക് ഓർമ്മ വരികയാണ്. വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ചെന്ന് സ്വർഗവാതിലിക്കൽ ഞങ്ങളും നബിയോടൊപ്പം തിരക്കാനുണ്ടാകും. സ്വഹാബിമാർ തിക്കും തിരക്കും കൂടി നബിയോടൊപ്പം നിൽക്കാൻ വരുമ്പോ ഞങ്ങൾ പിൻഗാമികളും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരോടൊപ്പം ഹബീബിന്റെ കൂടെ സ്വർഗവാതിലിക്കൽ തിരക്കാൻ വരും. ഒരു പറയാ ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർക്ക് തോന്നണം അവർ ഇട്ടേച്ചു പോയത് അവരുടെ പിൻഗാമികൾ ഒട്ടും മോശക്കാരായിരുന്നില്ല, ആൺകുട്ടികളെയാണ് സ്വഹാബത്ത് പിന്നിലാക്കി പോയത് എന്ന് സ്വഹാബത്തിന് മനസ്സിലാവണം. സ്വഹാബിമാർ ഒരുപാട് ചെയ്തു, ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് സ്വഹാബിമാർക്ക് തോന്നരുത്. സ്വഹാബിമാരുടെ പിന്നിൽ വന്നവരും ആൺകുട്ടികളാണെന്ന് അവർക്ക് തോന്നുമാർ ഞങ്ങളും സ്വർഗവാതിൽക്കൽ വന്ന് തിരക്കുമെന്ന്. അതിനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്. അതിന് ഇബാദത്ത് ഞങ്ങൾ ഒരിക്കലും മോശമല്ല, ഞങ്ങൾ അധ്വാനിക്കുകയാണെന്ന് പറഞ്ഞ മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൽ വന്ന് തിരക്കാൻ ഞങ്ങൾ വരും. സ്വഹാബികൾക്ക് തോന്നണ്ട അവര് ഇട്ടേച്ചു പോയ ആളുകളൊക്കെ ഒന്നിനും പറ്റാത്തവരാ, അല്ലല്ല, അവരുടെ പിന്നിൽ അവരിട്ടേച്ചു പോന്നത് റിജാല, 1 നമ്പർ യങ് മെൻ, ആൺകുട്ടികളെയാണെന്ന് അവർക്ക് തോന്നണം. അതുകൊണ്ട് ഞങ്ങളും അവരോടൊപ്പം എത്താൻ ഓടുകയാണ്. സ്വർഗവാതിലിക്കൽ ഞങ്ങൾക്കും വരാൻ കൊതിയുണ്ട് എന്ന് പറഞ്ഞ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. അസ്വദുൽ അനസി എന്ന് പറഞ്ഞ കള്ളപ്രവാചകൻ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഈ നുബുവത്തിന്റെ ശേഷം, ഖിതാമുൻ നുബുവത്തിന്റെ ശേഷം, പ്രവാചകത്വം അവസാനിക്കുന്നതിന്റെ ശേഷം കള്ളപ്രവാചകത്വവുമായി 30ഓളം കള്ളപ്രവാചകന്മാർ വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അസ്വദുൽ അനസി അങ്ങനെ വന്ന ഒരു ക്രൂരനായ കള്ളപ്രവാചകനായിരുന്നു. അള്ളാഹുവിന്റെ ഇസ്ലാം തകർക്കാനും ദീൻ പഠിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരനാണ് അൽ അസ്വദുൽ അനസി. അന്ന് ദീൻ പഠിപ്പിക്കുകയും ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ വിളിച്ചു കൊണ്ടുവന്നു. മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ടാ വരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നു. എന്താ ചെയ്യുന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചെയ്ത പോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. തീയിലേക്ക് എറിയപ്പെട്ടു. ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ക്യാ ഫിർ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈമാൻ പരീക്ഷിച്ച പോലെ ഇന്ന് ആരെയാണ് പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളത്? അത്രയ്ക്ക് ഈമാൻ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അല്ലാമ ഇഖ്ബാൽ ചോദിച്ച കവിതകൾ കാണാം. അബൂ മുസ്ലിമുൽ ഖൗലാനി അതിന്റെ വിഭിന്നമാണ്. ഇബ്രാഹിം നബിയെ പരീക്ഷിച്ച പോലെ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീക്കുണ്ഠാരമുണ്ടാക്കി ഇബ്രാഹിം നബിയുടെ കാലത്ത് ചെയ്ത പോലെ പറവകൾക്ക് പോലും പറക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായ തീജ്വാലകളുള്ള തീയെ അതിലേക്ക് മഹാനവറുടെ 2 കൈയും കാലും പിടിച്ചു കെട്ടിയിട്ട് അബൂ മുസ്ലിമുൽ ഖൗലാനിയെ എറിയുകയാണുണ്ടായത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞ പോലെ. അല്ലാഹുവല്ലേ ഹാഫിള്, അല്ലാഹുവല്ലേ സംരക്ഷകൻ. അല്ലാഹു തആല പറയുകയാണ്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിക്ക് തീയെ തണുപ്പും രക്ഷയുമാകണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചരിത്രം സ്വഹാബികൾക്ക് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത സംഭവമാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാവരും വിചാരിച്ചു മഹാനവറുകൾ വെന്തുരുങ്ങി പോയിട്ടുണ്ടായിരിക്കുമെന്ന്. ഒന്നും സംഭവിച്ചില്ല. തീ അണയാൻ തുടങ്ങി. അല്പാൽപമായി അണഞ്ഞ് വെണ്ണീറുകളായി മാറാൻ നോക്കുമ്പോ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹിമഹുല്ല ചെരുപ്പിന്റെ വാറ് പോലും ഒന്നും കേടുപറ്റാതെ ആ തീജ്വാലകളിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വന്ന മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ അന്ന് യമനിൽ നിന്ന് അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ കറാമത്ത് കണ്ടപ്പോ
മഹാത്ഭുതം കണ്ടപ്പോ താബിഈങ്ങളിൽ പ്രഗത്ഭനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ. സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലമാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഭരണാധികാരി. ഖലീഫ സിദ്ദീഖ് തങ്ങളാ. ആ സന്ദർഭത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. സ്വഹാബികൾ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണിത്. അല്ലാഹു ഇബ്രാഹിം നബിയോട് തണുപ്പാവണം തീയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യമനിൽ വെച്ച് റബ്ബ് കാണിച്ചു കൊടുത്തു. സ്വഹാബത്തിന്റെ കണ്ണുകൾക്ക്, താബിഈങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. മഹാനവറുകൾ ആ തീയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു വന്നില്ലേ? ഒരു തീജ്വാല പോലും, ഒരു രോമം പോലും കരിക്കാതെ അള്ളാഹു രക്ഷപ്പെടുത്തിയതെന്തേ? യഹ്ഫദില്ലാഹ യഹ്ഫദുക. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു, അള്ളാഹു സംരക്ഷണം കൊടുത്തു. മഹാനവറുകൾ ആദ്യം പറഞ്ഞത്, എനിക്ക് ഉടനെ പോവണം മദീനയിലേക്ക്, എനിക്ക് റസൂലുള്ളാഹിന്റെ അരികത്ത് പോവണം, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ചെല്ലണം, ഹബീബിനോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം, ആ പള്ളിയിൽ പോയൊന്ന് നിസ്കരിക്കണം. അതുകൊണ്ട് യമനിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു മദീനയിലേക്ക്. മക്ക വഴി പോണം മദീനത്തേക്ക് പോവാൻ. ആദ്യം പറഞ്ഞ ആഗ്രഹം, എനിക്ക് റസൂലുള്ളാഹിന്റെ അരികത്തേക്ക് പോവണം. ഹബീബായ നബി തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായ പൂമുഖം നമ്മുടെ സ്വപ്നങ്ങളിലെങ്കിലും ഒരുപാട് തവണ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെയല്ലേ ദുന്യാവിലെ സൗഭാഗ്യങ്ങൾ. ഒരാൾക്ക് അള്ളാഹു ഉറക്കം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉറക്കം കൊണ്ട് അള്ളാഹു നൽകുന്ന സൗഭാഗ്യം അതിൽ ഹബീബിനെ കാണാൻ കഴിയലാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ റൗദയിൽ ഒരുപാട് തവണ പോയിരിക്കാനും അവിടത്തോട് ഡയറക്റ്റ് സലാം പറയാനുമുള്ള സൗഭാഗ്യം കിട്ടലാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുല്ലാഹ് മദീനയിലേക്ക് കടന്നു വരുമ്പോ അന്ന് ജീവിച്ചിരിപ്പുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ഓടി വന്നു, ബഹുമാനപ്പെട്ടവർ വന്നു. ഈ മഹാനുഭാവൻ അസ്വദുൽ അനസിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെന്ന് കണ്ടു. അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും എന്നാൽ ആ ശിക്ഷ ശരീരത്തിൽ ഏൽക്കാതിരിക്കുകയും ചെയ്ത മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ദുആയിരപ്പിക്കണം എന്ന് പറയാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരും തീയിലേക്ക് ചാടുമ്പോൾ ചൊല്ലിയ ദുആ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. നമ്മളൊക്കെ പറയില്ലേ, ചില ആളുകളൊക്കെ ദുആയിരക്കാൻ വേണ്ടി പറയും, കഫീല് ബുദ്ധിമുട്ടാക്കുന്നു, മുതലാളി ബുദ്ധിമുട്ടാക്കാൻ, മാനേജർ ബുദ്ധിമുട്ടാക്കാൻ, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ബുദ്ധിമുട്ടാക്കുന്നു, അമ്മായിമ്മ ബുദ്ധിമുട്ടാക്കുന്നു, പല ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഒരു മനുഷ്യന്റെ ദുൽമുണ്ടോ? ഒരാൾ അന്യായമായി നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ധാരാളം ചൊല്ലിക്കോളൂ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. അള്ളാഹുവിന്റെ ഹിഫ്ളും അവന്റെ സംരക്ഷണവും ഡയറക്റ്റ് വരുന്നത് അനുഭവിക്കാൻ കഴിയും. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. അത് ചൊല്ലുകയാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് തീജ്വാലകൾ ഒന്നുപോലും ഏൽക്കാതെ മഹാനവറുകൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം ബഹുമാനപ്പെട്ടവർ കേട്ടു. ആര്? അബൂ മുസ്ലിം അൽ ഖൗലാനി വരുന്ന വിവരം. അവരെ കാണാൻ കൊതിയൂറി നിൽക്കുന്നു ഹബീബിന്റെ സുഹാബി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മദീനയിലേക്ക് വന്നപ്പോ അന്നത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ തങ്ങൾ ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു, അഅൻത അബൂ മുസ്ലിം, നിങ്ങളാണോ അബൂ മുസ്ലിം എന്നറിയപ്പെടുന്ന ആൾ? ഖാല നഅം, അതെ. അഅൻത അല്ലദീ ഖുദിഫത ഫിന്നാരി വഅൻഖദക അല്ലാഹു മിൻഹാ, നിങ്ങളെയാണോ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടതും രക്ഷപ്പെടുത്തപ്പെട്ടതും? നിങ്ങളാണോ അത്? നിങ്ങളാണോ തീയിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഖാല നഅം, അതെ എന്ന് മറുപടി പറഞ്ഞപ്പോ ഫയഅ്തനിഖുഹു വയബ്കി, കെട്ടിപ്പിടിച്ച് കരഞ്ഞു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് ഫാറൂഖ് എന്നവർ പറഞ്ഞതെന്നറിയണോ? അൽഹംദുലില്ലാഹ് അല്ലദീ അറാനി ഫീ ഉമ്മത്തി മുഹമ്മദിൻ മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹീം അലൈഹിസ്സലാം. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, ഇബ്രാഹീം നബിയെ ചെയ്ത പോലെ ഈ മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മ
ഉമ്മത്തികളിൽ ഒരാളെ ഇബ്രാഹിം നബിക്കുണ്ടായ പോലെ നീ പരീക്ഷിക്കുകയും ഇബ്രാഹിം നബി രക്ഷപ്പെട്ട പോലെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരാളെ ഞങ്ങൾക്ക് നീ നൽകിയല്ലോ റബ്ബേ. അങ്ങനത്തെ ഒരാളെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇബ്രാഹിം നബിയെ കാണാൻ പറ്റിയിട്ടില്ല, എന്നാൽ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ കാണിച്ചു തന്നല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ ജീവിതത്തിൽ അതിസൂക്ഷ്മത പാലിച്ചിരുന്ന മഹാനുഭാവനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. വലിയ സൂക്ഷ്മതയായിരുന്നു, വലിയ ത്യാഗിയായിരുന്നു. പിൽക്കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ജീവിച്ചിട്ടുണ്ട്. സ്വന്തം ഭാര്യ വളരെ നല്ലൊരു പെണ്ണായിരുന്നു, നല്ല പെണ്ണായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ആഡംബരങ്ങൾ ഇഷ്ടമില്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന മഹാന. ഭാര്യയും അങ്ങനെയായിരുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ ബഹുമാനപ്പെട്ടവർ മുറ്റത്തെത്തിയാലും തൊണ്ടനക്കും, വരുന്നുണ്ട് എന്നുള്ള സിഗ്നൽ. അങ്ങനെ ഫോണൊന്നുമില്ലല്ലോ, കോളിംഗ് ബെല്ലൊന്നുമില്ല. മുറ്റത്തേന്ന് തറയിലേക്ക് കയറിയാൽ, വരാന്തയിലേക്ക് കയറിയാൽ ബഹുമാനപ്പെട്ടവർ ഉറക്ക സലാം പറയും. ഭാര്യ വന്ന് വാതിൽ തുറന്ന് സലാം അടക്കി തന്റെ ഭർത്താവിനെ പുഞ്ചിരിച്ച് വീടിനുള്ളിലേക്ക് സ്വീകരിക്കും. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വരുന്നത് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കുന്നു, വിളക്ക് കത്തിച്ചു വെക്കുമെന്ന് ഉരസി ഉണ്ടാക്കുന്ന വിളക്കാണ്. രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, വർത്തമാനം പറഞ്ഞിരിക്കും, വളരെ അന്തസ്സിൽ റാഹത്തിൽ സന്തോഷത്തിൽ കിടന്നുറങ്ങും. നല്ലൊരു ജീവിതം. വീട്ടിലേക്ക് ഒരിക്കൽ വന്നപ്പോ തൊണ്ടനക്ക് ഭാര്യ വാതിൽ തുറക്കണില്ല. ഉമ്മറപ്പടിയിലെത്തി സലാം പറഞ്ഞു, ഭാര്യ സലാം അടക്കണില്ല. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വാതിൽ തുറന്നു നോക്കി, വീട്ടിനുള്ളിൽ വെളിച്ചമില്ല. ഭാര്യ എവിടെയെന്ന് നോക്കി, അവളൊരു മൂലയിൽ പോയി ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, മാ ബിക്കി, നിനക്ക് എന്തു പറ്റി? എന്തു പറ്റി നിനക്ക്? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്തു പറ്റി? ഭാര്യ പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അടുത്ത ആളല്ലേ? മുആവിയ തങ്ങൾക്ക് നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് എന്ത് പറഞ്ഞാലും അവർ കേൾക്കുമല്ലോ. മുആവിയ എന്ന ഭരണാധികാരിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും? നമ്മുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരിയെ, ഒരു അടിമപ്പെണ്ണിനെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹു തരുമല്ലോ. നിങ്ങൾ എന്താണതൊന്നും ചോദിക്കാത്തത്? ബഹുമാനപ്പെട്ടവർക്ക് അസുഖം മനസ്സിലായി. വളരെ അച്ചടക്കത്തോടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഉള്ളതുകൊണ്ട് സന്തുഷ്ടരായി ജീവിക്കുന്നതിനിടയിൽ എന്റെ ഭാര്യയോട് വന്ന ആരൊക്കെയോ എന്റെ സ്വാധീനം പറഞ്ഞു കൊടുക്കുകയും രാജാവിനോട്, ഖലീഫയോട് ചോദിച്ചാൽ എന്ത് സഹായവും കിട്ടുമായിരിക്കെ എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് എന്ന് എന്റെ ഭാര്യയെ ആരോ പറഞ്ഞെന്റെ ഭാര്യയെ പഴപ്പിച്ചിരിക്കുകയാണ്. ഒരൊറ്റ ദുആയാണ് ദുആയിരുന്നത്. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ, അല്ലാഹുമ്മ അഅമി ബസ്വറ മൻ ഖബ്ബബ ഇംറഅതി, എന്റെ പെണ്ണിനെ ആരാണോ കേടുവരുത്തിയത്, അല്ലാഹുവേ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണേ. പറഞ്ഞത് പരമാർത്ഥം. 4 വീടുകൾക്കപ്പുറം ഒരു പെണ്ണ് ഓടി വരുന്നു, എന്റെ കണ്ണുകളുടെ കാഴ്ച പോയി. മക്കളെ വിളക്കണഞ്ഞോ? ഇല്ലുമ്മ, വിളക്കുണ്ടല്ലോ, എന്റെ കണ്ണ് കാണുന്നില്ല മക്കളെ. അസ്വാബത്നി ദഅവതു അബീ മുസ്ലിം, അബൂ മുസ്ലിമുൽ ഖൗലാനിയുടെ പ്രാർത്ഥന എനിക്ക് പറ്റിയിരിക്കണം, എന്നെ ഒന്ന് കൊണ്ടുപോകണേ. കൈപിടിച്ച് കൊണ്ടുപോകുന്നു ആ ഉമ്മയെ. ആ ഉമ്മ വന്ന് പറഞ്ഞു അബൂ മുസ്ലിം തങ്ങളോട്, യാ ശൈഖ് അവറുകളെ, പൊറുക്കണേ, ക്ഷമിക്കണേ, എനിക്ക് പറ്റിപ്പോയി. എന്തേ? നിങ്ങളുടെ ഭാര്യയോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച ജീവിതം എന്തിനാണ്? നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചാൽ ഒരടിമ പെണ്ണിനെയോ സഹായത്തിന് പണമോ എന്തെങ്കിലും തരാൻ ഖലീഫയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് സാധിക്കുമല്ലോ. എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞുകൂടെ എന്ന് നിങ്ങളുടെ പെണ്ണിനോട് ഞാൻ പറഞ്ഞു പോയിരുന്നു. നിങ്ങളാണല്ലേ എന്റെ പെണ്ണിനെ കേടുവരുത്തിയത്, എന്നോട് പൊറുക്കണേ. അത് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. നിങ്ങൾക്കൊരു സൗകര്യമായിക്കോട്ടെ, നിങ്ങൾക്കൊരു ആശ്വാസമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ്. ശൈഖ് അവറുകളെ, എന്റെ കണ്ണിന്റെ കാഴ്ച പോയിരിക്കുന്നു, നിങ്ങൾ എനിക്കെതിരെ ദുആ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടണം, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടാനെന്ന് ദുആ ഇരക്കണേ. അന്ന് താലിമീങ്ങൾ അങ്ങനെയാണ്. ദുആ ചെയ്തപ്പോഴേക്കും അല്ലാഹുമ്മ റുദ്ദ ബസറഹാ, കണ്ണിന്റെ കാഴ്ച കൊടുത്തേക്ക് റബ്ബേ പറയുകയേ വേണ്ടൂ. കൈപിടിച്ചു വന്ന ആ ഉമ്മ 2 കണ്ണും കണ്ടുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത്രക്കും
അത്രക്കും പ്രഗത്ഭനായിരുന്നു. ഈ തീയിൽ വീണിട്ട് പോലും ഇബ്രാഹിം നബിയുടെ അനുഭവമുണ്ടായ അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അതിസൂക്ഷ്മതയിൽ ജീവിച്ച മഹാൻ. മൻ ഹഫിളല്ലാഹ ഹഫിളഹുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകൾക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഇബ്രാഹിം നബിയെ ചെയ്തതുപോലെ ഒരാളെ ചെയ്യുകയും ആ മഹാനുഭാവന് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്ത അനുഭവം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽ കാണിച്ചു തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ഈ മഹാനവറുകളെ കെട്ടിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണുണ്ടായത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കും. എത്രയേറെ അനുഭവങ്ങൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ആലിമീങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയോ ഉണ്ട്. ആധുനിക കാലത്ത് കഴിഞ്ഞു പോയൊരനുഭവമാണ് ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന ഇബ്നു തൂലൂൻ. ഈജിപ്ത് ഒരുപാട് അക്രമികൾ ഭരിച്ച രാജ്യമാണ്. ഇബ്നു തൂലൂൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈജിപ്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന ബികും സുലതം വസിഹ്റാ, ഈജിപ്തുകാരെ കാണുമ്പോ നിങ്ങൾ അവരോട് മയത്തോടെ പെരുമാറണമേ. മിശ്രികളെ കാണുമ്പോഴേ ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ മനസ്സിലാക്കുക, അങ്ങനെ ഹദീസ് ഉണ്ട്, അവരുടെ സ്വഭാവം കണ്ടാൽ ചിലപ്പോ അങ്ങനെ പെരുമാറാൻ തോന്നിയില്ല എന്ന് വരും. പക്ഷേ ഈജിപ്ത് എന്ന നാട് ഖിറാത്ത് എന്ന പദം ഉപയോഗിക്കപ്പെടുന്ന നാടാണത്. നബി തങ്ങൾ പറഞ്ഞു, തുഫ്തഹു, ഈജിപ്ത് മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വരും. ഈജിപ്തിൽ ഖിറാത്ത് എന്ന പദം ഉപയോഗിക്കപ്പെടുന്ന നാടാണ്. ആ രാജ്യം നിങ്ങൾ കീഴടക്കുകയോ അവരെ നിങ്ങൾ കാണുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് നന്മയോടെ പെരുമാറണമേ. ഫഇന്ന ലകും ബിഹാ സുലതം വസിഹ്റാ, നിങ്ങളുടെ നബിയുടെ കുടുംബബന്ധം ഈജിപ്തിലുണ്ട്. നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് എന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഞാൻ വിവാഹം ചെയ്ത എൻ്റെ മാരിയത്തുൽ ഖിബ്തിയ എന്ന എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഇബ്രാഹിം എന്ന കുഞ്ഞിന്റെ ഉമ്മ ഈജിപ്തുകാരിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മിസ്രികളൊക്കെ കാണുമ്പോ ഈ ഹദീസ് ഓർക്കുക, ഇവരൊക്കെ നമ്മുടെ റസൂലുള്ളാന്റെ കുടുംബ ബന്ധമുള്ളവരാണ്. നബി തങ്ങളുടെ കുടുംബിനിയായ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ ഈജിപ്തുകാരിയാണ്. പക്ഷേ ഈജിപ്ത് ഒരുപാട് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഫത്ഹാക്കിയ രാജ്യമാണ്. പക്ഷെ അവർക്ക് ശേഷം ഒരുപാട് അക്രമികൾ കടന്നു വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ ഇബ്നു തൂലൂൻ വലിയ അക്രമിയായിരുന്നു. ഇബ്നു തൂലൂൻ ഒരുപാട് ആളുകളെ 18,000 മുസ്ലിമീങ്ങളെ കൊന്ന ആളാണ് ഇബ്നു തൂലൂൻ. 18,000 മുസ്ലിമീങ്ങളെ. ഏറ്റവും മോശമായ കൊലപ്പെടുത്തൽ, ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നുകളഞ്ഞ ക്രൂരനായിരുന്നു ഇബ്നു തൂലൂൻ എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് പ്രഗത്ഭനായ പണ്ഡിതൻ അബുൽ ഹസനു സാഹിദ് റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവർ, അഫ്ളലുൽ ജിഹാദി കലിമതു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, 18,000 ആളുകളെ കൊല ചെയ്ത ക്രൂരനോട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ ചെന്ന മഹാനായ അബുൽ ഹസനു സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താ ചെയ്തെന്നറിയോ? ഈ ക്രൂരനായ ഇബ്നു തൂലൂൻ ചെയ്ത പണി എന്താണെന്നറിയോ? പ്രഗത്ഭനായ പണ്ഡിതനായ അബുൽ ഹസനു സാഹിദ് എന്നവരെ അദ്ദേഹം കൊല്ലാൻ തീരുമാനിച്ചത് ക്രൂരമായ രീതിയിലാണ്. ഒരു സിംഹത്തെ കൊണ്ടുവന്നു, സിംഹത്തെ കൂട്ടിലിട്ടു. 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ ആ സിംഹത്തെ പട്ടിണിക്കിട്ടു. 3 ദിവസം അദ്ദേഹം ചെയ്യാൻ പോകുന്ന പണി നോക്കണം. 3 ദിവസം സിംഹത്തിന് കുടിക്കാനോ തിന്നാനോ ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ആ സിംഹത്തെ ഒരുപാട് ശിക്ഷിച്ചതിന്റെ ശേഷം മഹാനായ അല്ലാമ അബുൽ ഹസനു സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരു കോമ്പൗണ്ടിൽ, ഒരു മതിൽക്കെട്ടിൽ ഇറക്കിയിരിക്കുന്നു. 3 ദിവസമായി പട്ടിണിക്കിട്ട ആ സിംഹത്തെ അഴിച്ചുവിട്ടു. ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഈ സിംഹത്തിന്റെ മുമ്പിൽ പച്ചയായി നിൽക്കുന്ന മഹാനായ അല്ലാമ അബുൽ ഹസനു സാഹിദ് എന്ന മഹാന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. വിശന്ന് നിൽക്കുന്ന സിംഹം, 3 ദിവസം പട്ടിണിക്കിട്ട സിംഹം മഹാനവറുകളുടെ മുമ്പിലേക്ക് ഓടി വരുന്നു. മഹാനായ
അബുൽ ഹസൻ സാഹിദ് റഹ്മഹുല്ലാ ഒരു പേടിയുമില്ലാതെ നിന്നു കൊടുക്കുന്നു. ആ സിംഹം ഓടി വന്നു, കൺമുമ്പിൽ വന്നു നിന്നു. വായയിൽ നിന്ന് അതിന്റെ ഉമിനീരിങ്ങനെ ഉറ്റുന്നുണ്ട്. അതിന് തിന്നണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ മഹാനവറുകളെ തൊട്ടില്ല, മഹാനവറുകളെ നക്കി തുടച്ചില്ല, ഒന്നും ചെയ്തില്ല. കടിക്കുകയോ അടുക്കുക പോലും ചെയ്യാതെ അവരുടെ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം വായിൽ നിന്നതിന്റെ നീരിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നു, ഉമിനീരുറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് തിരിച്ചു നടക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോഴാണ് ആളുകൾ അത്ഭുതപ്പെട്ടത്. 3 ദിവസം പട്ടിണിക്കിട്ട സിംഹം മഹാനായ പണ്ഡിതൻ അബുൽ ഹസൻ സാഹിദ് എന്നവരെ തൊട്ടില്ല, തൊടാൻ പോലും അതിന് ധൈര്യം വന്നില്ല. അത്ഭുതപ്പെട്ടു പോയി. ഇബ്നു തൂലൂൻ പോലും പേടിച്ചു പോയി. ഇങ്ങനെയുമുണ്ടോ ഒരനുഭവം? വന്യജീവികൾ പോലും പേടിക്കുന്നത്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച ആലിമീങ്ങളെ തൊടാൻ കഴിയുകയില്ല, അവരെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയുകയില്ല. മഹാനായ അബുൽ ഹസൻ സാഹിദ് റഹ്മഹുല്ലാ ഈ അനുഭവം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരെ വെറുതെ വിട്ടപ്പോ ശിഷ്യന്മാര് മുഴുവനും വന്ന് ചോദിച്ചു, ശൈഖ് അവറുകളെ, ആ സിംഹം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഫീമ കുൻത തുഫക്കിറു, നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്? എന്താ ചിന്തിച്ചിരുന്നത്? ആ സിംഹം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നപ്പോ എന്താ ചിന്തിച്ചത്? പറയില്ലേ, സിംഹോ കരടിപ്പ് കണ്ടില്ലേ, ചൈനയിലെ ബീജിങ്ങിലെ ഒരു കാറിന്ന് ഇറങ്ങിയിട്ടൊരു കടുവ കടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു ഉമ്മയും കുട്ടിയൊക്കെ. സുബ്ഹാനല്ലാഹ്. ഒരു സിംഹമൊക്കെ മുമ്പിലേക്ക് വന്നാൽ എന്ത് ചെയ്യടോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നിന്നൊടുത്താൽ മതി, ബാക്കിയൊക്കെ മൂപ്പര് ചെയ്തോളും. കാരണം വന്യജീവികളല്ലേ, അവർക്ക് ഭക്ഷണം പോലും കിട്ടാതെ 3 ദിവസം പട്ടിണിക്കിട്ടിട്ട് ഈ മഹാനായ ആലിമിനെ കണ്ട് തൊട്ടില്ല. ലോകത്ത് അത്ഭുതമായ സംഭവമാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ, എന്താ നിങ്ങൾ ആ നേരത്തെ ആലോചിച്ചത്? നിങ്ങൾ കൂളായിട്ട് നിൽക്കുന്നത് കണ്ടല്ലോ, എന്താ ആലോചിച്ചത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുൻതു അഖൂലു ഫീ നഫ്സി, ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അൽആബുൽ അസദി നജിസുൻ അം ത്വാഹിർ ലികൈ ലാ യുഫ്സിദ വുളൂഇ. ഞാൻ ശുദ്ധമായ വുളൂഇലാണ് നിൽക്കുന്നത്. എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്ത് ഒരു നജസ് പോലും എന്റെ ശരീരത്തിലില്ലാതെ എന്റെ ശരീരം ശുദ്ധിയാക്കി ഞാൻ ശരിക്ക് വുളൂഇലാണ്. ഒരു മരണം സംഭവിച്ചാൽ എനിക്ക് വുളൂഓടുകൂടെ മരിക്കണം. ഞാൻ ചിന്തിച്ചത്, ആ സിംഹം എന്റെ മുമ്പിൽ വന്ന് വായ തുറന്ന് അതിന്റെ ഉമിനീരിങ്ങനെ ഇറങ്ങുമ്പോ ഞാൻ ചിന്തിച്ചത്, ഈ സിംഹത്തിന്റെ ഉമിനീര് ശുദ്ധിയുള്ളതാണോ അല്ലോ നജസാണോ എന്ന മസ്അലയാണ് ഞാൻ ആ നേരത്തെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. നജസാണെങ്കിൽ വൃത്തിയുള്ള എന്റെ ശരീരത്തിൽ, വുളു എടുത്ത് നിൽക്കുന്ന എന്റെ ശരീരത്തിൽ ഒരു അശുദ്ധിയുള്ള നജസ് ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്നത് ഇതിന്റെ ലുആബ്, ഇതിന്റെ ഉമിനീര് ശുദ്ധിയാണോ നജസാണോ എന്ന മസ്അലയായിരുന്നു. പേടിച്ചിരുന്നില്ല. പേടിക്കേണ്ടത് അല്ലാഹുവിനെയല്ലയോ? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരെ അല്ലാഹു സംരക്ഷിക്കുന്ന വിധങ്ങളാണിത്. അല്ലാഹു തആല ജീവിതത്തിൽ അവന്റെ സംരക്ഷണം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.